മോണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയിലോട്ട് കയറുക എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയിലോട്ട് കയറുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കണം. ഇപ്പം ജിയോയുടെ ഒരു വരവ് നമുക്കറിയാം, ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കൊടുത്തുകൊണ്ടുള്ള ഒരു വരവായിരുന്നു. കാരണം ഫ്രീ ആയിട്ട് കൊടുത്തു, ബാക്കി കോമ്പറ്റീറ്റേഴ്സിനെ എലിമിനേറ്റ് ചെയ്തു. പിന്നെ അവർ ആ പ്രൈസ് വാറിയിൽ നിന്ന് മാറി അവരുടെ ഒരു കോമ്പറ്റീറ്റീവ് മോണോപ്പൊളിയിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പം അതൊരു എക്സാമ്പിളാണ്. പുതുതായിട്ടൊരു കമ്പനി വരുമ്പം അവിടെ ഒരു ഫെയർ അപ്രോച്ച് എന്ന് പറയുന്നത് നമുക്കൊരു ആ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കണ്ട് മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. ജുൻജുൻവാല ആണെങ്കിൽ പോലും ആദ്യ കാലങ്ങളിൽ പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിൽ ചിലപ്പം 10 സ്റ്റോക്ക് എടുത്ത് കഴിഞ്ഞാൽ 5ഉം ഫെയിലായി പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ 5 ഒരു 1 2 ആയിരിക്കും പുള്ളിയെ ഇന്ന് കാണുന്ന ഒരു ആളാക്കി മാറ്റിയത്. പക്ഷെ അവിടെ ഒരാൾ പറ്റിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആരെ വേണോ പറ്റിക്കാം. അത് ഒരു നേച്ചറാണ്. നമസ്കാരം, ET ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ പല സെഷനുകളായിട്ട് കമ്പനികളെ കുറിച്ചും അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പൊതുവെ നമ്മളൊരു കമ്പനിയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനിയെക്കുറിച്ച് വിലയിരുത്തുന്ന സമയത്ത് ധാരാളം ഫാക്ടേഴ്സാണ് ഈ റിസർച്ച് അനലിസ്റ്റുകളൊക്കെ തന്നെ നോക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ ബേസിക്സ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇന്നത്തെ സെഷനിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വിഷയം സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ആയിട്ടുള്ള അബിനാസ് ആണ്. വെൽക്കം സർ. താങ്ക് യു. ഞാൻ ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ റിസർച്ച് അനലൈസ് ചെയ്യുന്ന സമയത്ത്, ഒരു കമ്പനിയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് പല മെട്രിക്സ് അല്ലെങ്കിൽ പല മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിലുള്ള ഒരെണ്ണമാണ് ടോപ്പ് അപ്രോച്ചും ബോട്ടം അപ്രോച്ചും. അപ്പോൾ അതെന്താണെന്ന് പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഇതിൽ ഏത് അപ്രോച്ചാണ് നിങ്ങൾ കൂടുതലായിട്ടും യൂസ്ഫുൾ ആക്കുന്നത്? ടോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഇന്നത്തെ ഒരു സിറ്റുവേഷൻസിൽ ഏത് സെക്ടേഴ്സാണ് ഇമ്പോർട്ടൻസ്, അതിൽ നിന്ന് തുടങ്ങി താഴോട്ട് നമ്മൾ ഏത് കമ്പനിയിലോട്ട് ചൂസ് ചെയ്യുന്ന റെഗുലേറ്ററി വരെ പോകും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ടെക്നോളജിയിൽ ഇപ്പം നമ്മുടെ റെഗുലേറ്ററി ഇപ്പം എനർജി ട്രാൻസിഷൻ നടക്കുന്നു, സോളാറിൻ്റെ ട്രാൻസിഷൻ നടക്കുന്നു. അപ്പോൾ ആ ഒരു സെക്ടറിൽ നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാമെന്ന് തീരുമാനിച്ചതിന് ശേഷം താഴോട്ട് പിന്നെ പോയി ഏത് സ്റ്റോക്കാണെന്നുള്ളത് പിക്ക് ചെയ്യും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. ബോട്ടം അപ്പ് എന്ന് പറയുമ്പം നമ്മൾ ഏത് കമ്പനി, ഇപ്പം നമ്മളൊരു അനാലിസിസിൽ ഇങ്ങനെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പം ചില കമ്പനീസിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കാണും. അവിടെ സെക്ടേഴ്സ് നോക്കിയിട്ടായിരിക്കത്തില്ല വരുന്നത്. നമ്മളൊരു കമ്പനിയെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കമ്പനി ഒരു സ്പെഷ്യാലിറ്റി കണ്ട് പിന്നെ ആ കമ്പനി ഏത് സെക്ടറിലാണെന്ന് നോക്കും. അപ്പോൾ അത് ഒരു ബോട്ടം അപ്പ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്നുള്ളതില്ല. ഇപ്പം 2 രീതിയിൽ, ഇപ്പം നമ്മുടെ പേഴ്സണലി നോക്കുമ്പോൾ 2 രീതിയിലും ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എടുക്കാറുണ്ട്. ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യുമ്പം അതായത് ടോപ്പ് ഡൗണും എടുക്കും, ബോട്ടം അപ്പ് എടുക്കും. രണ്ടും ഒരു മിക്സ്ചർ ഓഫ് രീതിയാണ്. കംപ്ലീറ്റ്ലി ഒറ്റൊരു പോയിന്റ് ഓഫ് വ്യൂ അല്ല ചെയ്യുന്നത്. ചില കാറ്റഗറിയിൽ നമുക്കൊരു സ്റ്റോക്ക് മനസ്സിലാക്കി അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതിന് ശേഷമായിരിക്കാം ആ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ചില പോർട്ട്ഫോളിയോസിൽ ചില സ്റ്റോക്സ് എടുക്കുന്നുണ്ടെങ്കിൽ സെക്ടേഴ്സിൻ്റെ ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടായിരിക്കും അതിൽ നിന്ന് നമ്മൾ ഫിൽട്ടർ ചെയ്ത് താഴോട്ടായിരിക്കും എത്തുന്നത്. അപ്പം അതിൻ്റെ ഒരു ബാലൻസ് ആയിരിക്കാം മേ ബി ഏറ്റവും നല്ലത്. രണ്ടും ചെയ്യേണ്ടി വരും. ഇതിൽ ഏതെങ്കിലും ഒന്ന് സ്പെസിഫിക് ആവാൻ പറ്റത്തില്ല നമുക്ക്. 2 രീതിയിലും ഒരു ഇൻട്രസ്റ്റിംഗ്, അത് ഡിപ്പെൻസ് ആണ്. ലൈക്ക് നമ്മളൊരു ഒരു സ്റ്റോക്കിൽ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് 2 രീതിയിൽ വരും. ചിലപ്പം ബോട്ടം അപ്പിലോട്ട് പോകുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ടോപ്പ് ഡൗണിലോട്ടായിരിക്കും ആ ഒരു മൈൻഡ് കിട്ടുന്നത്. അപ്പം 2ഉം നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കമ്പനിയെ കുറിച്ച് സ്പെസിഫിക് ആയിട്ടുള്ളൊരു പ്രത്യേകം ഒരു സെക്ടറിൽ ഒരു കമ്പനി വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഒരു എക്കണോമിക് മോട്ടുള്ള കമ്പനികളെ നിങ്ങൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാറുള്ളത്? ഇപ്പോൾ കുറേ നല്ല ഇപ്പോൾ മൊണോപ്പൊളി ആയിരിക്കാം, പക്ഷെ അതിന് ഉയർന്ന ഡെപ്റ്റ് ആയിരിക്കാം, അങ്ങനത്തെ ഒക്കെ ഫാക്ടേഴ്സ് പലതും നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു സെക്ടറിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു കമ്പനി സ്പെസിഫിക് വരുന്ന സമയത്തും ഇങ്ങനെയുള്ള കമ്പനികളെ നിങ്ങൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാറുള്ളത്? എക്കണോമിക് മോട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, അതാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള കമ്പനീസ് ആണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അതിൽ ഈ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഐഡന്റിഫിക്കേഷൻ എളുപ്പവും. ഒന്ന് നമുക്ക് പ്രൈസ് കമ്പാരിസൺ, അതായത് ഈ മോണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയിലോട്ട് കയറുക എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയിലോട്ട് കയറുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കണം. ഇപ്പം ജിയോയുടെ ഒരു വരവ് നമുക്കറിയാം, ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കൊടുത്തുകൊണ്ടുള്ള ഒരു വരവായിരുന്നു. കാരണം ഫ്രീ ആയിട്ട് കൊടുത്തു, ബാക്കി കോമ്പറ്റീറ്റേഴ്സിനെ എലിമിനേറ്റ് ചെയ്തു. പിന്നെ അവർ ആ പ്രൈസ് വാറിയിൽ നിന്ന് മാറി അവരുടെ ഒരു കോമ്പറ്റീറ്റീവ് മോണോപ്പൊളിയിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പം അതൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ പല രീതിയിൽ നമുക്കൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് കൊണ്ടുവരാം. പ്ലസ് നമുക്കൊരു റെഗുലേറ്ററി
ഇമ്പോർട്ടൻസ് ആയിരിക്കാം, ചിലപ്പോൾ നെറ്റ്വർക്ക് ആയിരിക്കാം. നമുക്കൊരു ഹ്യൂജ് മാർക്കറ്റ് ഷെയർ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ ഒരു പുതിയ പ്ലെയറിന് വന്നിട്ട് കയറാൻ പറ്റാത്ത രീതിയിലോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ പ്രൈസിലുള്ള അഡ്വാൻറ്റേജ് ആവാം. അവർക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ് നമുക്കൊരു MRP കിട്ടണമെങ്കിൽ അവർക്ക് അതിൻ്റെ അക്വിസിഷൻ കോസ്റ്റോ അല്ലെങ്കിൽ ഒരു പർച്ചേസ് കോസ്റ്റോ സംതിങ് വെരി ലൈക്ക് വേറെ ആർക്കും കിട്ടാത്ത രീതിയിലുള്ള പർച്ചേസ് കോസ്റ്റ് അവർക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രൈസിൽ നമുക്ക് വേറെ ആർക്കും കയറാൻ പറ്റത്തില്ല. ഈ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ട് ഒരു കോമൺ സെൻസ് അപ്രോച്ച് ആണ് അത് കൂടുതൽ. ഏതാണ് ഒരു സ്പെസിഫിക് മെട്രിക്സ് അല്ല അതിലൊരു നമുക്കൊരു കോമൺ സെൻസ് അപ്രോച്ചിൽ നോക്കിയിട്ട് മെയിൻ മാർക്കറ്റ് ഷെയർ, പ്രൈസ് കമ്പാരിസൺ, അതുപോലെ റെഗുലേറ്ററി ലൈക്ക് ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമുക്ക് മെയിനായിട്ടൊരു എക്കണോമിക് മോട്ട് ഉള്ള ഒരു കമ്പനി എന്നുള്ള രീതിയിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. ആ ഒരു ബേസിസിൽ ആ ഒരു കോമൺ സെൻസ് അപ്രോച്ച് ആയിരിക്കും അതിൽ ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ ഇപ്പൊ ജിയോയുടെ കാര്യം പറഞ്ഞു, നമ്മൾക്ക് പരമ്പരാഗതമായിട്ടുള്ള കമ്പനികളെ വാല്യൂ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ പുതിയതായിട്ട് ഉയർന്നു വരുന്ന പല ടെക് കമ്പനികൾ അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്പനികൾ അല്ലെങ്കിൽ പുതിയ ഒരു ഐഡിയാസും അല്ലെങ്കിൽ നീശയായിട്ടുള്ള പല കമ്പനീസും വരുമല്ലോ. അപ്പൊ നമുക്ക് ഈ പറയുന്ന വാല്യുവേഷൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ പരമ്പരാഗതമായിട്ടുള്ള മെട്രിക്സ് തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നതാണോ അതോ പുതിയതായിട്ട് നിങ്ങൾ എന്തെങ്കിലും മെട്രിക്സുകളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണോ അതിനെ വാല്യുവേഷൻ ചെയ്യുന്നത്? ഇതിന്റെ ഒരു പുതിയ കമ്പനീസ് എസ്പെഷ്യലി ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നോർമൽ ആൾക്കാർക്ക്. കാരണം അവിടെ വാല്യുവേഷൻ ചെയ്യാനുള്ള ഒരു മെട്രിക്സ് ഒന്നും കാണത്തില്ല. അവിടെ ഫ്യൂച്ചർ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആന്ത്രോപ്പിക്ക് ഓപ്പൺ എയുടെ ChatGPT ആവട്ടെ, ആന്ത്രോപ്പിക്കിന്റെ ക്ലൗഡ് ആയിക്കോട്ടെ, അവിടെ വാല്യുവേഷൻ വെച്ചിട്ട് അതായത് അവരുടെ റവന്യൂ വാല്യുവേഷനും തമ്മിലുള്ള ഗ്യാപ്പ് തന്നെ ഹ്യൂജ് ആണ്. ഫോർ എക്സാമ്പിൾ വാൾമാർട്ടിന്റെ ഒരു വാല്യുവേഷന്റെ ഈക്വൽ ആണ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇപ്പം ആന്ത്രോപ്പിക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ റവന്യൂ വൈസ് നോക്കിക്കഴിഞ്ഞാൽ അതും ഹ്യൂജ് ഡിഫറൻസ് ആണ്. വാൾമാർട്ടിന്റെ ഒരു ചിലപ്പം 5-1, 6-1 റവന്യൂ ഒക്കെ കാണത്തുള്ളൂ. പക്ഷെ അതൊരു എക്സാമ്പിൾ ആണ്. പക്ഷെ എന്നും പറഞ്ഞാൽ നമുക്ക് അത് മോശമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു ലെവലിലോട്ടാണ് ഇപ്പം പോകുന്ന കാര്യങ്ങൾ. അപ്പൊ അത് ആ നീഷ, അതായത് ഏതെങ്കിലും ഒരു ഏരിയയിലിട്ട് പുതുതായിട്ടൊരു കമ്പനി വരുമ്പം അവിടെ ഒരു ഫെയർ അപ്രോച്ച് എന്ന് പറയുന്നത് നമുക്കൊരു ആ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കണ്ട് മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. 2000-കളിൽ ഒരു ഇൻഫോസിസ് വരുമ്പോൾ നമുക്ക് എത്രമാത്രം കൺസേൺ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരിക്കാം, TCS വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അന്നത്തെ ഒരു പുതിയ സംഭവമായിരുന്നു, ഒരു പുതിയ നീശയായിരുന്നു ആ ഒരു ടൈമില്. അതുപോലെ ഇന്നത്തെ സമയത്ത് അങ്ങനെ നീശകൾ, ഞാൻ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ്. ബാക്കി അതുപോലെ ചെറിയ ചെറിയ നീഷേഴ്സിൽ വരുന്ന പുതിയ പുതിയ കമ്പനീസ് ഒരുപാടുണ്ടാവും. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റിസ്ക് മാനേജ് ചെയ്തിട്ടുള്ള ഒരു കോൾ എടുക്കാനേ പറ്റത്തുള്ളൂ. ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനോ, ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആന്ത്രോപ്പിക് ഇന്ത്യയിലുള്ള ഒരു കമ്പനി ആണെങ്കിൽ ഇപ്പോൾ IPO അവർ പോകുന്നുണ്ട്. നമ്മളിലുള്ള 1 കോടിയാണെങ്കിൽ 1 കോടി കൊണ്ട് ഇടാക എന്നുള്ളതല്ല. പക്ഷേ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി, ആ ഒരു നീശയെ കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ ഒരു ബെറ്റ് എടുക്കുക, ഒരു ഫെയർ ബെറ്റ് എടുക്കുക. നമ്മളൊരു റിസ്ക് ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്ത് എടുക്കാതിരിക്കാനും പറ്റൂല, എടുക്കുകയും വേണം. അത് നമുക്ക് ഒരിക്കലും കോൾ ചെയ്യാൻ പറ്റൂല. അവിടെ അത് മനസ്സിലാക്കണം. ആ റിസ്ക് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളത് ബെറ്റ് ചെയ്യണം. ബെറ്റ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒരു റിഗ്രറ്റിലോട്ട് കൊണ്ടുവരാം. പേടിച്ചിട്ട് മാറി എന്നാലുള്ള പ്രശ്നം അവിടെയാണ്. പക്ഷേ നമ്മൾ അതുകൊണ്ട് എന്താണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ 100% ആർക്കും ഉറപ്പിക്കാൻ പറ്റില്ല. ഇപ്പം ഇന്ത്യൻ കണ്ട ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ജുൻജുൻവാല ആണെങ്കിൽ പോലും ആദ്യ കാലങ്ങളിൽ പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിൽ ചിലപ്പം 10 സ്റ്റോക്ക് എടുത്ത് കഴിഞ്ഞാൽ 5ഉം ഫെയിലായി പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ 5-ൽ ഒരു 1-2 ആയിരിക്കും പുള്ളിയെ ഇന്ന് കാണുന്ന ഒരു ആളാക്കി മാറ്റിയത്. പക്ഷെ അവിടെ ഒരു ബാലൻസ് ആണ് അതെല്ലാം. അത് നമ്മൾ ആ നീഷ ഐഡന്റിഫൈ ചെയ്യുക, അതൊരു ടോപ്പിക് ഇൻട്രസ്റ്റ് മനസ്സിലാക്കുക. എസ്പെഷ്യലി ഇപ്പം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഓവർ വാല്യുവേഷനിലോട്ട് പോകുന്നുണ്ട്. ഓവർ വാല്യുവേഷൻ എന്ന് പറയാനും പറ്റത്തില്ല, അത് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഇത് ഇന്ന് കാണുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ അണ്ടർ വാല്യൂഡ് ആയിരിക്കാം. അത് നമുക്ക് നാളെയോ സമയം കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്താണ് അവസ്ഥ എന്നുള്ളത്. സോ അവിടെ ഒരു ബെറ്റ് എടുക്കണ്ടെന്നല്ല, ബെറ്റ് എടുക്കണം. ആ ഒരു നീഷ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് നാളത്തെ ഫ്യൂച്ചർ മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയുടെ ഇമ്പാക്ട് എന്താണെന്നുള്ളത് നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്ത് അഡാപ്റ്റ്. ഇപ്പം ആന്ത്രോപ്പിക് ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ആർട്ടിക്കിൾ വന്നതാണ്, ഹ്യൂമൻസിന് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കണം എന്നുള്ള. കാരണം അവർ വിചാരിക്കുന്നതിനേയും കാട്ടിയും ഫാസ്റ്റായിട്ടാണ് നമ്മുടെ എയുടെ ഡെവലപ്മെന്റ് വരുന്നത്. അപ്പൊ അത് അഡാപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് വരും. അവിടെ റിസ്ക് ഒരു ഓപ്പർച്യൂണിറ്റി, ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റി കണ്ടു കഴിഞ്ഞാൽ റിസ്ക് ഡൈവേഴ്സിഫൈ ആയിട്ട്
ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ വാല്യൂഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഈ എയുടെ കാര്യം പറഞ്ഞ സമയത്ത് ഇപ്പോൾ നമ്മൾ നോക്കുന്ന സ്റ്റോക്സിൽ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള പലതും ഉണ്ട്. ഇപ്പോൾ പലതും ഈ പറഞ്ഞ പോലെ തന്നെ വാല്യൂവേഷൻ അല്പം പ്രീമിയം ആണ് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആണ്. അപ്പം ഇത് ഒരു ലിക്വിഡിറ്റി ബബിൾ ആണോ എന്ന് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഏറ്റവും കൂടുതൽ ഒരു ബേസിക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കമ്പനിയുടെ ഗ്രോത്ത്, ഒരു പ്രൈസിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്, ഒരു രീതി എന്ന് പറയുന്നത് ആ കമ്പനി എത്രത്തോളം ഗ്രോ ചെയ്യുന്നു ആ ഒരു സിമിലർ ഗ്രോത്ത് ആയിരിക്കും പ്രൈസിന് ഗ്രോത്ത് വരേണ്ടത്. അതിലൊരു മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് എ ബബിൾ. ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ, അത് ജനറിക് ആണ്, സ്പെസിഫിക് അല്ല, അത് ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി മാറും. ഇപ്പം ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് വരുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല അത് പോകുന്നത്. സോ അത് ഞാനൊരു ഡിസ്ക്ലൈമർ വെച്ചിട്ട് സംസാരിക്കുന്നതാണ്. ജനറിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവർ കമ്പനി ഒരു കഴിഞ്ഞ 10 വർഷത്തിൽ 20% വെച്ചിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവരുടെ പ്രൈസും അല്ലെങ്കിൽ ഷെയർ പ്രൈസും ഒരു 10, ആ ഒരു 20-25 ആ ഒരു ഇത് വരാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ വന്നാൽ ദാറ്റ് മീൻസ് ആ ഒരു കമ്പനിക്ക് അർഹിക്കാത്തൊരു ഗ്രോത്ത് വരുന്നുണ്ട്. അവിടെ നമുക്ക് ഇഷ്യൂ ആണ്. ഈ ലിക്വിഡിറ്റി ബബിൾ എന്നുള്ള ടേംസ് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ എന്ന് പറയുന്നത് അത്രമാത്രം വലുതാണ്. കാരണം റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻസ് കൂടുകയാണ്. ഇനി വരും. കേരളമല്ല, ഇന്ത്യയിലെ ഇപ്പോഴും വളരെ കുറച്ച് പോപ്പുലേഷൻസ് ആണ് ഇൻവെസ്റ്റ്മെന്റ്സിലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഒരു പോപ്പുലേഷൻസിന്റെ ഒരു എഡ്യൂക്കേഷൻ, ഫിനാൻഷ്യൽ ലിറ്ററസി മാറുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ്സ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ അവിടെയും ലിക്വിഡിറ്റി കൂടിക്കൊണ്ട്, പക്ഷെ ആ ലിക്വിഡിറ്റിയും ഈ ഗ്രോത്തും ഒരു ബാലൻസ് ഇല്ലാതാകുമ്പോഴാണ് അവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ലിക്വിഡിറ്റി ഇഷ്യൂ വരുന്നതും ലിക്വിഡിറ്റി ബബിൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള സിമ്പിൾ ടേംസ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഗ്രോത്തും പ്രൈസിന്റെ ഗ്രോത്തും ബാലൻസ് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത്. അതിൽ കൂടുതൽ വന്നാൽ ദാറ്റ് മീൻസ് ലിക്വിഡിറ്റി ബബിൾ ആണെന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ ഒരു കഴിഞ്ഞ 2 വർഷം എന്ന് പറയുന്നത് അത്യാവശ്യം മാർക്കറ്റ് റിട്ടേൺ ഒന്നും കൊടുക്കാതെ നിൽക്കുന്ന ഒരു സമയം ആയതുകൊണ്ടും അവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. ആ 2 വർഷത്തെ സമയം എടുത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അവിടെ ഒരു ലിക്വിഡിറ്റി മുമ്പ് ഒരു 2024-25 എനിക്ക് തോന്നുന്നു ഒരു ജനറിക് ആയിട്ട് എനിക്ക് അനലിസ്റ്റുകളുടെ കമ്മ്യൂണിറ്റീസ് നിന്ന് കൂടുതലും പറയുന്ന ബബിൾസ് എന്നുള്ള വേർഡ് വരുന്നുണ്ടായിരുന്നു. ഇപ്പം അത് കുറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ കൺസോൾട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. സ്റ്റിൽ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഉണ്ടാവും, അതെല്ലാ കാലത്തും ഉണ്ടാവും. ഏതെങ്കിലും സ്റ്റോക്സുകൾ വാല്യുവേഷൻ ഹ്യൂജ് ആയിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ ജനറിക് ആയിട്ട് പറയുമ്പോൾ ഇപ്പോൾ ഒരു ലിക്വിഡിറ്റി ബബിൾ എന്ന് പറയാൻ പറ്റത്തില്ല. ലൈക്ക് കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട് ഇപ്പം ഈ മാർക്കറ്റിൽ. ദാറ്റ് ഈസ് ഫൈൻ, ഫെയർ ആണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ലിക്വിഡിറ്റി ബബിളിന്റെ കാര്യം കൂടി പറയുന്ന സമയത്ത് നമ്മൾ വേറൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടത് മാനിപ്പുലേഷൻ ആണ്. അതായത് നമുക്ക് എപ്പോഴും മാർക്കറ്റ് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടും പല സ്കാമുകളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് രാജേഷ് എക്സ്പോർട്സിൻ്റെ ആയിരുന്നു. അതിന് മുന്നേ ഇതേപോലെ തന്നെ സെബി റിലേറ്റഡ് ആയിട്ട് മറ്റേ ജെയിൻ സ്ട്രീറ്റിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. തൊട്ട് മുമ്പ് നോക്കുമ്പോഴും ഇങ്ങനെയുള്ള പല സ്കാമുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന ടെക്നോളജി ഇത്രയും അഡ്വാൻസ് ആയിട്ടും നമുക്ക് ഇങ്ങനെ പല കാര്യങ്ങളും പഠിക്കാനും കണ്ടുപിടിക്കാനും ഒക്കെ ഇത്രയും അഡ്വാൻസ് ആയിട്ടും നമ്മൾ ഈ പറയുന്ന സ്കാമുകളും കാര്യങ്ങളും കാണുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പം ഇങ്ങനെ കമ്പനി മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൈൻസോ അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ്സോ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം ഇപ്പോൾ പൊതുവെ എല്ലാവരും പറയുന്നൊരു കാര്യം, ഇപ്പോൾ രാജേഷ് എക്സ്പോർട്സിൻ്റെ കേസിൽ പല ആളുകളും പറഞ്ഞിരുന്നത് ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലേ, അവരെന്തുകൊണ്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യാഞ്ഞത്, ഇത്രയും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു റിസർച്ച് ടീം അല്ലെങ്കിൽ റിസർച്ചും കാര്യങ്ങളും നടക്കുമ്പോഴും എങ്ങനെയാണ് ഈ ഒരു മാനിപ്പുലേഷൻ നടക്കുന്നത്? അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? എന്തൊക്കെ റെഡ് ഫ്ലാഗ്സ് ആയിരിക്കാം നമുക്കൊരു പ്രൈമർ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുക? ഇപ്പം സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ജെയിൻ സ്ട്രീറ്റിന്റെ ഒരു മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ട്രേഡിംഗ് ആസ്പെക്റ്റിലാണ് നടന്നിട്ടുള്ളത്. രാജേഷ് എക്സ്പോർട്ട് ഒരു ഇൻവെസ്റ്റിംഗ് ഒരു കമ്പനി, പ്യൂർ ഒരു കമ്പനിയിലുള്ള മാനിപ്പുലേഷനായിട്ട് എനിക്കൊന്ന് ഫൈനലൈസ് ആയിട്ടില്ല. ലൈക്ക് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നേ ഉള്ളൂ. പക്ഷേ അവിടെ ഒരാൾ പറ്റിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആർക്ക് വേണോ ആരെ വേണോ പറ്റിക്കാം. അത് ഒരു നേച്ചറാണ്. നമുക്ക് അതൊരു അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഒരാൾക്ക് എന്തോ ഒരു തെറ്റ് ചെയ്യണം എന്ന് രണ്ടും കൽപ്പിച്ച് ചെയ്തതിന് ഇറ്റ്സ് പോസിബിൾ. ഇന്നത്തെ കാലത്തല്ല, എല്ലാം കാലത്ത് അത് പോസിബിൾ ആണ്. അവിടെ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഇൻവെസ്റ്റർ ആസ്പെക്റ്റിൽ നമുക്കൊരു ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ റെഡ് ഫ്ലാഗ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു കേസാണ് സത്യം കേസ്. അന്ന് സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം. അതിനുശേഷം വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു സത്യം കേസ് ഒരു ഓൾമോസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. അന്ന് ലീഗലി ആയാലും സെബിയുടെ ഭാഗത്തു നിന്നായാലും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലായാലും ചാർട്ടേഡ് അക്കൗണ്ടൻസി കമ്മ്യൂണിറ്റിയിലാണെങ്കിലും എല്ലാം അവിടെ ഭയങ്കരമായിട്ടൊരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്ന് കുറേ കാര്യങ്ങൾ അതിനുശേഷം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുള്ള സമയമാണ് ഈ ഒരു ആസ്പെക്റ്റിൽ.
പക്ഷേ ഓഫ് കോഴ്സ് അത് ഒരാളെ ഈ നേരത്തെ പറഞ്ഞ കണക്കാണ്, ഒരാളെ പറ്റിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഓഫ് കോഴ്സ് പറ്റും. പക്ഷേ ഒരു കോമൺ സെൻസ് അപ്രോച്ചിൽ നമ്മളൊരു ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ ഒരു ബ്ലൈൻഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അവർ ചെയ്യുന്ന കുറച്ച് റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് നോക്കേണ്ട ക്യാഷ് ഫ്ലോയിലുള്ള ഒരു അനാലിസിസ് ആണ്. ഇതിന് ഏറ്റവും ബേസിക് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എത്രത്തോളം വേണമെങ്കിലും കൂടാം, ടേൺ ഓവർ കൂടാം, വാട്ടെവർ അവർക്ക് ഹൈപ്പ് കാണിക്കാം, സെയിൽസ് കൂട്ടി കാണിക്കാൻ ഏത് കമ്പനിക്കും പറ്റും ഒരു കുറച്ച് ഇൻവോയ്സ് അടിച്ച് ഇറക്കി കഴിഞ്ഞാൽ. പക്ഷെ ക്യാഷ് മിസ്മാച്ച് ചെയ്യാനുള്ളത് പാടാണ്. അവിടെ ക്യാഷ് ഫ്ലോ അപ്പം നോക്കണം. ഈ റിസീവബിൾ അല്ലെങ്കിൽ റവന്യൂ കൂടുന്നുണ്ട്, നെറ്റ് പ്രോഫിറ്റ് കൂടുന്നുണ്ട്, പക്ഷേ ക്യാഷ് ഫ്ലോ ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ക്യാഷ് ഫ്ലോ കൂടുന്നില്ല, ക്യാഷ് ഫ്ലോ നെറ്റ് ഫ്ലോയിലോട്ട് പോകുന്നു. അങ്ങനെ വരുമ്പോൾ ദാറ്റ് മീൻസ് ഒരു മിസ്മാച്ച് വരുന്നത് അവർ പർപ്പസ്ഫുള്ളി നമ്മുടെ ലൈക്ക് സെയിൽസ് കൂട്ടി കാണിക്കുന്നതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ എന്താ പറയുക, സെയിൽസ് കൂട്ടി കാണിച്ചു കഴിഞ്ഞാൽ ഇസ് പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കലി P&L കൂടും, പക്ഷെ ക്യാഷ് ഫ്ലോ കൂടത്തില്ല. ഈ ഒരു മിസ്മാച്ചാണ് പ്രധാനമായിട്ട് കൂടുന്നത്. പക്ഷെ സത്യം കേസ് നടന്നപ്പോൾ അവർ ക്യാഷും കൂട്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പോയിന്റിൽ. കാരണം അവിടെ പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഓഡിറ്റേഴ്സ്, അത് അവിടെയും ഓഡിറ്റേഴ്സുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നിരിക്കാം മേ ബി. അങ്ങനെയും ഓഡിറ്റേഴ്സും പണിഷ്ഡ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു പോയിന്റിൽ. ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ആസ് എ ഓഡിറ്റിംഗ് പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓഡിറ്റർ ഏറ്റവും ബേസിക്കലി നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതായത് ബാങ്ക് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും ടാലി. ഒന്നും ചെയ്തില്ലെങ്കിൽ ബേസിക്കലി നോക്കുന്ന രണ്ട് കാര്യം എന്ന് പറയുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ടാലിഡ് ആണോ, അതാണ് ഈ ക്യാഷ് ഫ്ലോ. അന്ന് ആ ക്യാഷ് ഫ്ലോ പോലും ലൈക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് അവിടെ നമുക്കൊന്ന് ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. അവർ അത്രമാത്രം ചെയ്തു. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പം ബേസിക്കലി നോക്കാൻ പറ്റുന്ന ക്യാഷ് ഫ്ലോ മിസ്മാച്ച് ഐഡന്റിഫൈ ചെയ്യുക, റിസീവേഴ്സ് കൂടാതിരിക്കുക. ഈ പറയണത് നേരത്തെ നമുക്കിപ്പം സെയിൽസ് ബുക്ക് ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് ക്യാഷ് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, റിസീവേഴ്സ് ഡെറ്റേഴ്സ് ഉണ്ടെന്നുള്ള രീതിയിൽ കൂട്ടി പോകണം. ഈ രണ്ടിലുള്ള മാച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പ്ലസ് ഓഡിറ്റേഴ്സിന്റെ റെസിഗ്നേഷൻ. ഇപ്പം എല്ലാ ഒരു 99% ഓഡിറ്റേഴ്സും എന്തെങ്കിലും ഒരു ഇഷ്യൂ കണ്ടു കഴിഞ്ഞാൽ മെയിലി ഒന്നെങ്കിൽ റിപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ റിസൈൻ ചെയ്യും. അവർക്ക് അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ് കിട്ടിയില്ലെങ്കിൽ ഫ്രോഡാണെന്ന് നമുക്ക് അവർക്ക് ഉറപ്പുവരുത്താൻ പറ്റൂല. പക്ഷേ അവർ റിസൈൻ ചെയ്യും. അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നി അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഡോക്യുമെന്റ് കിട്ടില്ല, അതിനൊരു റീസൺ ഉണ്ടാവും. അപ്പോൾ ഓഡിറ്റേഴ്സ് റെസിഗ്നേഷൻ നമുക്ക് നോക്കാം. പിന്നെ ക്യാഷ് ഫ്ലോ, ഇത് രണ്ടുമാണ് മെയിൻലി ഒരു നോർമൽ പേഴ്സൺസിന് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് രീതിയിൽ ഇതാണ്. പിന്നെ നമ്മുടെ ഒരു ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്സിൽ നമുക്ക് കാണുന്ന അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഉണ്ടാവും. ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇയർ എൻഡ് ആകുമ്പോഴേക്കും ഫുൾ ഡോക്യുമെന്റ് കിട്ടും. ആ പ്രൊമോട്ടേഴ്സ് ആവട്ടെ, ഷെയർ ഹോൾഡേഴ്സ് ആവട്ടെ, ഡയറക്ടർ ബോർഡ് ആവട്ടെ, അവരുടെ മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഈ പറയുന്നത് തമ്മിലുള്ള മിസ്മാച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുള്ള വഴികളുണ്ട്. ഇന്ന് കോൺ കോളിൻ്റെ റെക്കോർഡിങ്സ് ഇന്ന് പബ്ലിക്കലി അവൈലബിൾ ആണ്. അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടോ, കഴിഞ്ഞ വർഷങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ, ഈ രണ്ടിൽ മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ അത് ഓഫ് കോഴ്സ്, കാരണം എന്തും ആർക്കും വന്നിട്ട് ഇരുന്ന് പറയാം, ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും. ഇത് എത്രത്തോളം നടപ്പിലാക്കി എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. അവിടെ ഒരു സ്കോർ കാർഡോ പ്രോഗ്രസ് റിപ്പോർട്ടോ സംതിങ് ലൈക്ക് ദാറ്റ് നമുക്ക് അനലൈസ് ചെയ്യണം. അത് ഒരു നല്ലൊരു പോയിന്റാണ്. ഈ ഒരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പബ്ലിക് രീതിയിൽ വലിയ ടെക്നിക്കൽ നോളജ് ഇല്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ.